സോണ്ട് ഓപ്പണിംഗ് സീനിൽ അവനാണെങ്കിൽ വീണ്ടും ആ ടെമ്പിളിലേക്ക് മടങ്ങി വരികയാണ്. ഗോക്കു ആണെങ്കിൽ ക്ഷീണിച്ച അവശനായി ഒരു ഭാഗത്ത് പോയിരുന്ന് വീണ്ടും ഏകാഗ്രതയോടുകൂടെ അവൻ ട്രെയിനിങ് എടുക്കാനായിട്ട് ആരംഭിക്കും. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഗോക്കുവിന്റെ അടുത്തേക്ക് വരും. നീ ഇപ്പോഴും മെന്റൽ ട്രെയിനിങ് അത് എടുത്തുകൊണ്ടിരിക്കുകയാണോ? തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് പലതും സാധിക്കുമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ചെടികൾക്ക് വെള്ളം ഒഴിക്കും. അടുത്ത നിമിഷം വാടിപ്പോയൊരു ചെടി അത് വീണ്ടും അങ്ങനെ പുഷ്പിച്ച് നിൽക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അത് കണ്ട് അത്ഭുതപ്പെടും. അതിന് ആ ബ്ലാക്ക് മാൻ പറയും, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. വീണ്ടും വീണ്ടും ട്രെയിനിങ് കൊടുത്ത് വർക്ക് ചെയ്താൽ അത് നന്നായിട്ട് വർക്കൗട്ട് ആവും. സോ നീ ഒരു കാരണവശാലും നിന്റെ ശ്രമം അത് കൈവിടാനായിട്ട് പാടില്ല. ഞാനാണെങ്കിൽ ഗോക്കുവിനോട് പറയും, നീ ഇനിയും നിന്റെ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാനല്ലേ പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ട്രെയിനിങ് പാർട്ട്ണറെ ഞാൻ നിനക്ക് തരാം. നിന്നെ കഴിഞ്ഞ് സ്ട്രോങ്ങും പവർഫുള്ളും ആയ ഒരാളെ. സോ തീർച്ചയായിട്ടും അവനിലൂടെ നിനക്ക് കുറെ കൂടെ പവർഫുൾ ആകാൻ കഴിയും. ഗോക്കുവിനാണെങ്കിൽ കേട്ട് ഭയങ്കര സന്തോഷം. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനോട് തലകുനിക്കാൻ പറഞ്ഞ് അവന്റെ തലയിൽ നിന്ന് ഒരു മുടി അതങ്ങനെ പറിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഉപയോഗിച്ച് ഒരു മനുഷ്യരൂപം അതങ്ങനെ ക്രിയേറ്റ് ചെയ്യും. പിന്നീട് ഗോക്കുവിന്റെ മുടിനാര് അത് അതിന്റെ ചെസ്റ്റിൽ അങ്ങനെ കുത്തിവെക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ആകാംക്ഷയോട് കൂടെ തന്റെ പുതിയ പാർട്ട്ണറിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ മാർഷൽ ആർട്സ് മാനും ഹാൻസം ബോയിയും കുഞ്ഞിപ്പയ്യനും അപ്പനും അവരെല്ലാവരും ആ ടവർ നോക്കി ഉഷാറായിട്ട് ഓടുകയാണ്. ഹാൻസം മാൻ ആണെങ്കിൽ മാർഷൽ ആർട്സ് മാനോട് ചോദിക്കും, സത്യത്തിൽ ആ ടവറിന്റെ മുകളിൽ കയറി ഹോളി വാട്ടർ കുടിച്ച് അവിടുന്ന് ട്രെയിനിങ് എടുത്താൽ നമ്മളും ഗോക്കുവിനെ പോലെ പവർഫുൾ ആവുമോ? അതിന് ആ മാർഷൽ ആർട്സ് മാൻ പറയും, തീർച്ചയായിട്ടും നമ്മളും പവർഫുൾ ആവും. ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ കുറെ കൂടെ സ്പീഡിൽ ആ ടവർ ലക്ഷ്യമാക്കി ഓടും. അപ്പൊ ദൂരത്തായിട്ടൊരു അപ്പാപ്പനാണെങ്കിൽ അങ്ങനെ പതിയെ നടന്നു പോവാണ്. ഞൊട്ടിയിടയിൽ നമ്മുടെ ആൾക്കാരാണെങ്കിൽ വമ്പ സ്പീഡിൽ ആളെ ഇടയിലൂടെ അങ്ങനെ കടന്നു പോകും. ആളാണെങ്കിൽ അത് കണ്ട് ഞെട്ടുകയാണ്. അവനാണെങ്കിൽ സ്പീഡിൽ ഓടി ഇപ്പോ ഒരു ഫ്രീക്ക് പയ്യന്റെ കാറിന്റെ അടുത്തേക്ക് വരികയാണ്. അവനാണെങ്കിൽ സ്പീഡ് അത് മാക്സിമത്തിൽ പോകും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആദ്യം ആ കാറിന്റെ കൂടെ ഓടും. പിന്നെ ആ കാറിനെയും തോൽപ്പിച്ച് മുൻപോട്ടേക്ക് കുതിക്കും. ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടും. അതിനുശേഷം ആ വലിയ മൗണ്ടൈന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ്. അപ്പനാണെങ്കിൽ എത്രയൊക്കെ സ്ട്രെസ് കൊടുത്തിട്ടും കയറാനായിട്ട് കഴിയില്ല. ഉടനെ ഹാൻസം ബോയ് ആണെങ്കിൽ അവനോട് പറയും, നീ മത്സരത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ഉറപ്പായാലും നിന്നെ കൊണ്ട് പറ്റും. അടുത്ത നിമിഷം ആണെങ്കിൽ വാശിയോടുകൂടെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ വാമപ്പൊക്കെ ചെയ്ത് ബ്ലാക്ക് മാനോട് ചോദിക്കും, ഇതുവരെ എൻ്റെ അവൻ റെഡി ആയില്ലേ? അതിന് ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഇപ്പൊ അവന്റെ പാർട്ട്ണറുമായിട്ട് പുറത്തേക്ക് കടന്നു വരികയാണ്. ഗോക്കു ആണെങ്കിൽ അവനെ നോക്കും. ഗോക്കുവിന്റെ അതേ സൈസിലും ലുക്സിലും മാസ്ക് ഒക്കെ വെച്ച അവന്റെ പാർട്ട്ണർ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ബ്ലാക്ക് മാനോട് ചോദിക്കും, ഇവനെ കണ്ടിട്ട് വലിയ പവർഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇവൻ എന്നെ കഴിഞ്ഞ് പവർ ഉണ്ടോ? ബ്ലാക്ക് മാൻ പറയും, അതിന്റെ ഉത്തരം ഞാൻ പറയുന്നില്ല, ഉറപ്പായാലും നീ അവനുമായിട്ട് ട്രെയിനിങ് എടുക്കുമ്പോൾ നിനക്കത് മനസ്സിലാവും. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഗോക്കുവിനോട് നിനക്ക് ധൈര്യമായിട്ട് അവനോട് ഫൈറ്റ് ചെയ്യാന്ന് പറയും. അടുത്ത നിമിഷം ഗോക്കുവും ആ ഒരു പാർട്ട്ണറും അവർ രണ്ടുപേരും ചേർന്ന് പൊരിഞ്ഞ് കിട്ടി ബഹളം. ഗോക്കുവിന്റെ പഞ്ചുകളെല്ലാം തന്നെ ഈസിയായിട്ട് തടഞ്ഞ് തിരികെ പഞ്ച് ചെയ്യാൻ ശ്രമിക്കും. ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഓ നോ, ഇവൻ ഒരു കണ്ണാടി പോലെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നിക്കും അവൻ തിരിച്ച് എനിക്ക് നേരെ പ്രയോഗിക്കുകയാണ്. മാത്രമല്ല എന്റെ പഞ്ചുകൾ അവൻ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇവിടെ ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഒരു ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് ഹായ് ആയിട്ട് ആ ഫൈറ്റ് നോക്കി നിൽക്കും. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഒരു സൂചി ഉപയോഗിച്ച് ആ ബലൂൺ പൊട്ടിക്കും. ശബ്ദം കേട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഗോക്കു അവിടേക്ക് നോക്കും. ആ ഗ്യാപ്പിൽ അവന്റെ പാർട്ട്ണർ അവനെ ഇടിച്ച് താഴെ ഇടുകയാണ്. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, കോൺസെൻട്രേഷൻ നിനക്കില്ലാത്തത്, അതുകൊണ്ടാണ് നീ ദയനീയമായിട്ട് ഓരോ തവണയും പരാജയപ്പെടുന്നത്. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവന്റെ ഫോട്ടോ ഇമേജിംഗ് പവർ അതുപയോഗിച്ച് എന്റെ പാർട്ട്ണറിന് ചുറ്റും അവന്റെ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അവനെ നോക്കി കോക്കറി കാണിക്കുന്ന ഗോക്കു ആണെങ്കിൽ അവന്റെ പവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അടുത്ത നിമിഷം പാർട്ട്ണർ ആണെങ്കിൽ ചാടി വന്ന് റിയൽ ഗോക്കുവിന് ഒരു പഞ്ച് വെച്ചു കൊടുക്കും. ആ ഒരു പഞ്ചിൽ അവൻ ക്രിയേറ്റ് ചെയ്ത മിറർ ഇമേജസ് എല്ലാം തന്നെ ഡിസ്അപ്പിയർ ആവും. ഗോക്കു ആണെങ്കിൽ ദേഷ്യപ്പെട്ട് വിളിച്ചു പറയും, അതെന്റെ ഫൈറ്റിംഗ് ടെക്നിക്കാണ്, അതെങ്ങനെ നീ മനസ്സിലാക്കി? അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വന്ന് അവനെ കിക്ക് തെറിപ്പിക്കുകയാണ്. അവനാണെങ്കിൽ തെറിച്ചു പോയി അടിച്ചു വീഴും. അവന്റെ തലയിലുണ്ടായിരുന്ന ആ ഒരു മാസ്ക് അത് തെറിച്ചു പോവാണ്. അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ അവനെ കണ്ട് ഷോക്കാവും. കാരണം അവനെ കാണാൻ ഗോക്കുവിനെ പോലെ തന്നെയാണ്. ഗോക്കു ആണെങ്കിൽ വണ്ടർ അടിച്ച് ഇപ്പൊ ബ്ലാക്ക് മാനോട് ചോദിക്കും, ഇതെന്താ ഇങ്ങനെ, അതാരാ? അതിന് ബ്ലാക്ക് മാൻ പറയും, നീ സർപ്രൈസ്ഡ് ആയോ? എന്റെ രൂപത്തിൽ തന്നെ ഞാൻ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാണത്. സോ നിനക്ക് പറ്റിയ പാർട്ട്ണറാണ്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്ത് ആരാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രോങ് എന്ന് തെളിയിക്കുക. അടുത്ത നിമിഷം ഇപ്പോൾ ഗോക്കുവിന്റെ ക്ലേ പാർട്ട്ണർ അവനാണെങ്കിൽ ഇൻവിസിബിൾ ആവും. തൊട്ടു പിന്നാലെ നമ്മുടെ ഗോക്കുവും. അവരാണെങ്കിൽ ഇപ്പൊ എയറിലൂടെ ഫ്ലൈ ചെയ്ത് പോകുന്നത് ബ്ലാക്ക് മാന് സെൻസ് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ രണ്ടുപേരും അങ്ങനെ മത്സരിച്ച് മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. അവരാണെങ്കിൽ പരസ്പരം ഫൈറ്റ് ചെയ്യാനും ഓടാനും തയ്യാറാവും. ഗോക്കുവാണെങ്കിൽ അവന് നേരെ ചാടി വരും. പാർട്ട്ണർ ആണെങ്കിൽ അവന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. ഓ നോ, അവൻ എന്റെ പവർ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്, അതുപോലെ എനിക്ക് അവന്റെ പവറും. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നിന്റെ സ്പിരിച്വൽ എനർജി അതുപയോഗിച്ചാണ് അവനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നീ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ഫൈറ്റ് ചെയ്യാൻ. അത് കേൾക്കേണ്ട താമസം ഗോക്കു അവന്റെ ഏറ്റവും സ്പീഡിൽ ഇപ്പൊ അവന് ചുറ്റും കറങ്ങി കറങ്ങി അങ്ങനെ സ്പീഡിൽ അവനെ പഞ്ച് ചെയ്ത് കടന്നു പോവാണ്.
ആ പാർട്ട്ണറിനാണെങ്കിൽ ഗോകുവിന്റെ സ്പീഡിനൊത്ത് ചലിക്കാൻ പറ്റില്ല. ഗോകു ആണെങ്കിൽ ഇപ്പൊ അവന്റെ ഹാമേ ഹാമേ പവർ അതുപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ ഞൊടിയടയിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവൻ മുകളിലേക്ക് മാറും. ഗോകു ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അവനെ നോക്കും. പക്ഷെ അടുത്ത നിമിഷം അവൻ ഹാമേ ഹാമേ പവർ ക്രിയേറ്റ് ചെയ്യാണ്. ചാടി വന്ന് അവനെ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ പാർട്ട്ണർ ആണെങ്കിൽ അവന്റെ കൈ തട്ടി മാറ്റി അവന്റെ പുറകിൽ ആഞ്ഞ് കിക്ക് ചെയ്യാണ്. ഗോകു നിലത്ത് അടിച്ചു വീഴും. എന്റെ തോട്ട്സ് അത് തെറ്റിപ്പോയി. ആക്ച്വലി അവൻ എന്നെ കഴിഞ്ഞും കൂടുതൽ പവർഫുൾ ആണ്. അതിനാ ബ്ലാക്ക് മാൻ പറയും, ഗോകു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഫിസിക്കൽ സ്ട്രെങ്ത് അത് കൂട്ടുന്നതിനും ട്രെയിനിങ് എടുക്കുന്നതിനും മുൻപ് നീ നിന്റെ മെന്റൽ സ്ട്രെങ്ത് അത് കൂട്ടണമെന്ന്. സോ ആദ്യം നീ നിന്റെ മെന്റൽ സ്ട്രെങ്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേ. ഫിസിക്കലിനെ കഴിഞ്ഞും കൂടുതലായിട്ട് ആവശ്യം മെന്റൽ ഹെൽത്ത് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ നിനക്ക് ആരെയും ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഗോകു ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് എനിക്ക് പവർ ഉണ്ട്, അവൻ വെറും ഒരു പപ്പട് മാത്രമാണെന്ന് പറഞ്ഞ് വീണ്ടും അവൻ അച്ചറം പൊച്ചറ ഇടിക്കുകയാണ്. പക്ഷേ ഗോകുവിന്റെ പഞ്ചുകളെല്ലാം അവൻ ബ്ലോക്ക് ചെയ്ത് അവനെ പുറകിലേക്ക് ഇടിച്ചു നിൽക്കും. ഇവിടെ ബ്ലാക്ക് മാൻ ആണെങ്കിൽ വീണ്ടും പറയും, നീ എന്റെ പോയിന്റ് അത് മിസ് ചെയ്തിരിക്കുകയാണ്, വെറുതെ നീ നിന്റെ എനർജി അത് പാഴാക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഒരു സെക്കൻഡ് ബ്ലാക്ക് മാൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കും. മൈൻഡ് ഫ്രീ ആക്കിയാൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്ത് നിനക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റൂ. സോ അവൻ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് മൈൻഡിലെ തോട്ട്സ് ഒരുപാട് കഷ്ടപ്പെട്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം വീണ്ടും അവന്റെ പാർട്ണർ ചാടി വീണ് അവനെ പഞ്ച് ചെയ്യാണ്. ഗോകു ആണെങ്കിൽ തെറിച്ചു പോയി ആ ഒരു ടെമ്പിളിന്റെ ബ്രിമ്മിൽ നിൽക്കും. അല്പം കൂടെ തെന്നിയാൽ അവൻ താഴേക്ക് വീഴും. ഗോകു ആണെങ്കിൽ പതിയെ കണ്ണുകൾ അടയ്ക്കുകയാണ്. ഇവിടെ അവന്റെ പാർട്ണർ അവന്റെ അടുത്തേക്ക് വരും. അടുത്ത നിമിഷം അവന്റെ മൈൻഡിലെ തോട്ട്സ് എല്ലാം പോയി. ആണെങ്കിൽ ക്ലീൻ മൈൻഡോട് കൂടെ നിൽക്കും. അവന്റെ പാർട്ണർ തൊട്ടടുത്ത് തന്നെ താമസം ഗോകുവിനെ പഞ്ച് ചെയ്യാണ്. എന്റെ പഞ്ച് അത് കറക്റ്റായിട്ട് അവന്റെ ദേഹത്ത് കൊണ്ടുവന്ന് പറഞ്ഞ് വീണ്ടും അവർ രണ്ടുപേരും പൊരിഞ്ഞ് അട്ടികിട്ടി ബഹളം. ഗോകു ആണെങ്കിൽ വീണ്ടും കണ്ണുകൾ അടച്ച് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യും. അവസാനമായിട്ട് എങ്ങനെയാണ് അവൻ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ പഞ്ച് എന്ന് ആലോചിക്കും. അതിനുശേഷം കറക്റ്റായിട്ട് അതിനെ അറഞ്ചം പുറഞ്ച് പഞ്ച് ചെയ്ത് അങ്ങനെ താഴെ ഇടുകയാണ്. അത് താഴെ വീഴേണ്ട താമസം. ഗോകു ആണെങ്കിൽ തുള്ളിച്ചാടും. യാഹൂ, ഞാൻ എൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ഇപ്പോൾ കറക്റ്റായിട്ട് സക്സസ് ആയി അതിനെ തോൽപ്പിച്ചു. അതിനാ ബ്ലാക്ക് മാൻ പറയും, സോറി, പൂർണ്ണമായിട്ടും അതിൽ വിജയിച്ചിട്ടില്ല, അതിന്റെ പവർ ഡ്രെയിൻ ആയിട്ടാണ് അത് താഴേക്ക് വീണത്. അത് കേട്ട് ഗോകു ആണെങ്കിൽ നിരാശനായി അതിലേക്ക് നോക്കും. ഓ നോ, ഞാൻ കരുതിയത് ഞാൻ അവനെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ഡിഫീറ്റ് ചെയ്തെന്നാണെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ അടിച്ച് താഴേക്ക് വീണ് ഇപ്പൊ കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങും. കട്ട് ചെയ്ത ഹാൻസം ബോയും മാർഷൽ ആർട്സ് മാനും കുഞ്ഞിപ്പയ്യനും മൊട്ടപ്പനും അവർ 4 പേരും ആ ഒരു ടവർ ലക്ഷ്യമാക്കി നദിയിലൂടെ നീന്തുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.